നമസ്കാരം. ധനമന്ത്രി ബാലഗോപാലന്റെ ഗതികേട് പുതുവർഷത്തിലും തുടരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനത്തെ ധനമന്ത്രി എന്ന നിലയിൽ കുറെയായി ബാലഗോപാലന്റെ പ്രധാന ജോലി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങുക എന്നതാണ്. കിട്ടാവുന്ന കടമൊക്കെ വാങ്ങിയിട്ടും കാലം കഴിക്കാൻ പെടാപ്പാട് പെടുകയാണ് ധനമന്ത്രി. ഇപ്പോൾ ദൈനംദിന ചെലവുകൾക്കായി 17,000 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ അനുമതി തേടി സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് ധനമന്ത്രി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 17,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത 3 മാസത്തേക്കുള്ള കണക്കും കേരളം സമർപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്രയും തുക അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ വർഷം ഡിസംബറിന് ശേഷമുള്ള 3 മാസത്തേക്ക് 13,608 കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 37,512 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത്. ഇതിൽ ഡിസംബർ വരെ 23,000 കോടി രൂപ കടമെടുക്കാനായിരുന്നു അനുമതി. എന്നാൽ പല തവണയായി 32,002 കോടി രൂപ ഡിസംബറിനുള്ളിൽ തന്നെ കേരളം എടുത്തു തീർത്തു. ഇതിനിടയിൽ ഓണക്കാലത്ത് 4,200 കോടി രൂപയും പബ്ലിക് അക്കൗണ്ടിലെ പണം കുറവായതിനാൽ 2,755 കോടി രൂപയും കേന്ദ്രം അധികമായി അനുവദിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷത്തിൽ ഇനിയും 3 മാസം ബാക്കിയിരിക്കെ കേരളത്തിന് കൂടുതൽ പണം ആവശ്യമായി വരുമെന്ന് ഉറപ്പാണ്. ദൈനംദിന ചെലവുകൾക്കായി പ്രതിമാസം ഏകദേശം 15,000 കോടി രൂപ കേരളത്തിന് വേണ്ടി വരുമെന്നാണ് കണക്ക്. 12,000 കോടി രൂപ മാത്രമാണ് കേരളത്തിന്റെ ശരാശരി വരുമാനം. കടമെടുപ്പിലൂടെയും ചെലവ് വെട്ടിച്ചുരുക്കിയുമാണ് ബാക്കിയുള്ള തുക കണ്ടെത്തുന്നത്. വിവിധ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനും വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കുന്നതിനും കേരളത്തിന് വായ്പയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മുടക്കം വന്നതടക്കം 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഡിസംബറിൽ വിതരണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പണമില്ലാഞ്ഞത് കാരണം നടന്നില്ല. കുടിശ്ശികയായി തുടരുന്ന 6 മാസത്തെ ക്ഷേമ പെൻഷനിൽ 1 മാസത്തെ കുടിശ്ശിക പോലും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം അനുമതി നൽകിയാൽ 1 മാസത്തെ ക്ഷേമ പെൻഷനായ 850 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇല്ലെങ്കിൽ അതും കുടിശ്ശിക ഇനത്തിലേക്ക് മാറും. നികുതി പിരിവ് ഊർജിതമാക്കിയിട്ടും പദ്ധതി പ്രവർത്തനങ്ങൾ പോലും വെട്ടിക്കുറച്ചിട്ടും സാമ്പത്തിക സ്ഥിതി നേരെയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ വികസന മുരടിപ്പിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. അടുത്തൊന്നും ഇത് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയും സർക്കാരിനില്ല എന്നതാണ് ഏറ്റവും കഷ്ടം.